ഹലോ എവ്രി വൺ. ഇന്നിതാ പാവയ്ക്ക വെച്ചിട്ട് 2 ടൈപ്പ് ഓഫ് ഡിഷസാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് പാവയ്ക്ക മെഴുക്കുവരട്ടിയും ഇനി ഒന്ന് പാവയ്ക്ക തോരനും. നല്ല പച്ച കളർ പാവയ്ക്കയാണ്. അപ്പോൾ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇതാ സവാള ഇട്ട് കൊടുത്തു, ഒരു പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഒരു 3-4 എണ്ണം, പിന്നെ കരിവേപ്പില നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയ്ക്ക് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ വട്ടത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പാവയ്ക്കൊക്കെ ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 to 3/4 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉപ്പും ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. പാവയ്ക്കയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചങ്ങോട്ട് വേവിക്കാം. ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനിതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി അതിലേക്ക് സവാളയും പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയ്ക്കൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മുടെ പാവയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത പാവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സായ ശേഷം ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചങ്ങോട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ക്യാരറ്റിന് ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു കശപ്പ് തോന്നില്ല. ഇത് പോയെങ്കിൽ നല്ല പച്ച കൈപ്പക്കയുമാണ്. ഇവിടെ നമ്മുടെ ഉപ്പേരിക്കുള്ളത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കശപ്പിനെ ഒന്ന് അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതും ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വീണ്ടും വേവിക്കാം. അപ്പോൾ പുളിയൊക്കെ നമ്മുടെ പാവയ്ക്കയിൽ അങ്ങോട്ട് പിടിക്കും. നാളികേരം എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ജീരകം, 2 ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും നമുക്ക് ആഡ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തോരനിലേക്കുള്ള അരപ്പാണ്, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോർമൽ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിന് 3 പാവയ്ക്ക വെച്ചിട്ട് 2 ഡിഷാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ഈ തോരൻ്റെ കശപ്പ് അറിയുന്നേ ഇല്ല. അതുപോലെ തന്നെ ഈ പുളിയും ചേർത്തത് കൊണ്ട് പാവയ്ക്കയുടെ കശപ്പ് നമ്മൾ അങ്ങനെ അറിയുന്നില്ല. തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. Thank you for watching my YouTube channel.